ഹലോ, ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി എന്ന ഒരു ആളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അങ്ങനെ വീഡിയോസ് ഇതുപോലെയൊന്നും ചെയ്യാറില്ല. വ്ളോഗ് ചെയ്യുക, അങ്ങനെയുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ പ്രൊഫൈലിൽ ആദ്യമായിട്ടായിരിക്കും. നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് രേണു സുധി. ഒരു കലാകാരൻ്റെ വൈഫാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അവർ ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ഷോർട്ട് ഫിലിം അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് അവർ എൻഗേജഡ് ആവുകയും നിരന്തരം സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് അവർ. അവരേറ്റവും കൂടുതൽ ഫെമിലിയർ ആവാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു വീട് എല്ലാവരും കൂടെ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീടിനെ കുറിച്ച് അവരൊരു കംപ്ലൈന്റ് വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ നിരന്തരമായിട്ട് അവർക്ക് സൈബർ അറ്റാക്ക് ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അവർ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് അവർ ഒരു മാധ്യമപ്രവർത്തകർ അവരോട് എന്തോ ചോദിച്ചു വിവാഹം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ കഴിക്കാതിരിക്കാം. അപ്പോൾ അതിന് താഴെ ഈ വീട് വെച്ച് കൊടുത്ത കമ്പനിയുടെ ഓണർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ വീട് തിരിച്ചു തരണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തോടാണ്, നിങ്ങൾ അവർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല, ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കമ്പനിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം, അവരുടെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം ക്യൂരിയോസിറ്റി കാണിക്കുന്നത്? നിങ്ങളുടെ എമൗണ്ട് വെച്ചിട്ടാണ് ആ വീട് വെച്ച് കൊടുത്തതെന്ന് ഒരു ഇതുമില്ല. കാരണം എന്താ വെച്ചാൽ കുറേ ആളുകൾ സഹായിച്ചിട്ടൊക്കെയാണ് ആ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ അവർക്ക് വീട് വെച്ച് കൊടുത്ത് എന്നിരിക്കട്ടെ. ഒരു സ്ത്രീനെ സംബന്ധിച്ച് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാലാകാലം അവരുടെ അടിമയായിട്ട് അവരെ ഇഷ്ടങ്ങൾക്കൊന്നും ജീവിക്കരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾക്ക് എന്താണ് അർഹത അവരോട് അങ്ങനെ രീതിയിൽ പെരുമാറാനും സംസാരിക്കാനും കമന്റ് ഇടാനും? നിങ്ങൾ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അല്ലാതെ വിവാഹം കഴിക്കുന്നുണ്ടോ, അവർ വല്ലതും ചെയ്യുന്നുണ്ടോ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടോ അവർക്ക് വീട് വെച്ച് കൊടുത്തതായിരിക്കാം. പക്ഷെ അവർ വിവാഹം കഴിക്കാൻ പാടില്ല, വീട് തിരിച്ചു തരണം എന്നൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? വീട് തിരിച്ചു തരാൻ പൊളിച്ചു കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ സ്ഥലം നിങ്ങളാണോ കൊടുത്തത്? അല്ല. അപ്പോൾ നിങ്ങൾ നിരന്തരമായി അവരെ ഈ ഒരു വീട് വെച്ച് എന്ന പേരിൽ അവരെ പിന്നാലെ നടന്ന് ഇങ്ങനെ കമന്റ് ഇടേണ്ട ഒരു ആവശ്യമില്ല. അവർ ചെറുപ്പക്കാരിയാണ്, അവർക്ക് വിവാഹം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തും ആയിക്കോട്ടെ. അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ലെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം. നിങ്ങൾ ഒരിക്കലും അതിലൊന്നും ഇടപെടാനോ നിങ്ങൾ അതിലൊന്നും കയറി അഭിപ്രായം പറയാനോ ഉള്ള ഒരു അധികാരവും നിങ്ങൾക്ക് തന്നിട്ടില്ല. മനസ്സിലാവാത്തൊരു കാര്യമാണ്. ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താണ്?